റിയൽമിയുടെ പുതിയൊരു സ്മാർട്ട് ഫോണും കൂടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി 6i. ഈ ഫോൺ വരുന്നത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് റിയൽമി 6i വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 6i എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ പറയേണ്ട കാര്യം, റിയൽമി 6 എന്ന ഫോണിന്റെ ഏകദേശം അടുത്ത് വരുന്ന സ്പെസിഫിക്കേഷനുമായിട്ടാണ് റിയൽമി 6i വരുന്നത്. ഈ രണ്ട് ഫോണുകളും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത് ക്യാമറയുടെ കാര്യത്തിലാണ്. റിയൽമി 6i വരുന്നത് 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്ന ഫോണ് റിയൽമി 6i ആണ്. ഈ ഫോൺ വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. ഈ ഫോണിൽ നമുക്ക് ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഫോണിന്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ഫോണിന്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. കമ്പനി അവകാശപ്പെടുന്ന ഒരു കാര്യം, ഈ ഫോൺ നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ വെച്ചിട്ട് ഏകദേശം 0.29 സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ അൺലോക്ക് ചെയ്യാമെന്നാണ്. പിന്നെ ഫോണിന്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 191 ഗ്രാം ആണ്. ഫോണിന്റെ തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ ഈ ഫോൺ സ്പ്ലാഷ് റെസിസ്റ്റന്റ് ആണ്. അവ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ഈ ഫോൺ 2 കളർ വേരിയൻസിലാണ് വരുന്നത്, ബ്ലാക്കും വൈറ്റും. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G90T എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇപ്പം 13,000 രൂപ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണിത്. ഇത് വളരെ നല്ലൊരു പ്രോസസ്സറാണ്, പ്രത്യേകിച്ച് ഗെയിമിങ്ങിനൊക്കെ. ഈ ഫോണിന്റെ ബേസ് വേരിയന്റിൽ 4 GB റാം ആണ് വരുന്നത്. 6 GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. രണ്ട് വെർഷൻസിലും 64 GB ഇന്റേണൽ ആണ് കൊടുത്തിരിക്കുന്നത്. LPDDR4Xന്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഫോണിന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹൈപ്പർ ബൂസ്റ്റ് എന്നുള്ള ഒരു ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിന്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. 48 മെഗാപിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. റിയൽമി 6ഉം ഈ ഫോണും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത് ഈ ഒരു കാര്യത്തിലാണ്. റിയൽമി 6ൽ നമുക്ക് 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസർ ലഭിക്കുന്നുണ്ട്. ഇതിൽ അതിന് പകരം 48 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 8 മെഗാപിക്സലിന്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും നാലാമത് 2 മെഗാപിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് 2.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UIS വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും അതുപോലെ UIS മാക്സ് വീഡിയോ സ്റ്റെബിലൈസേഷൻ എന്നുള്ള ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് ലഭിക്കുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4300 mAhന്റെ ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബോക്സിൽ നമുക്ക് 20 വാട്ടിന്റെ ചാർജറേ ലഭിക്കുള്ളൂ. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിന്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4 GB റാം വെർഷന്റെ വില വരുന്നത് 12,999 രൂപയാണ്. 6 GB റാം വെർഷന്റെ വില വരുന്നത് 14,999 രൂപയാണ്. ജൂലൈ 31 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ realme.com വഴിയുമാണ് ഈ ഫോണിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഫീച്ചേഴ്സുമായിട്ടാണ് റിയൽമി 6i വരുന്നത്. അതും വളരെ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ. ഈ ഒരു ഫോൺ റെഡ്മി നോട്ട് 9 എന്ന ഫോണിന് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ആ ഒരു ഫോണിനേക്കാളും 1000 രൂപ ഈ ഫോണിന് കൂടുതലാണ്. എന്നാലും ഈ ഫോണിൽ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും അതുപോലെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഈ ഫോൺ പോക്കോ M2 Pro എന്ന ഫോണിനും കോമ്പറ്റീഷൻ ആയിരിക്കും. കാരണം ആ ഒരു ഫോണിനേക്കാളും ഈ ഫോണിന് 1000 രൂപ കുറവാണ്. എന്നാലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.